ഞാൻ ചെയ്ത തെറ്റിന് മോക്കെന്നെ എന്ത് വേണേലും ചെയ്യാം, എന്ത് വേണമെങ്കിലും പറയാം. കാരണം കണ്ണനൊരു കൂട്ടെന്ന് കരുതി മാത്രമാ മോളെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ നിലവിളക്ക് കൊളുത്തി സ്വീകരിച്ചത്. അന്ന് തൊട്ട് എന്റെ ഇളയ മോനും മരുമോളും അതുപോലെ തന്നെ എന്റെ ആങ്ങളെയും മേഘനാഥനും ഒക്കെ പറയുന്ന കേട്ടിട്ടാ ഞാൻ എല്ലാം ചെയ്തത്. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. മോളെ, നീ കണ്ണനോടൊന്ന് ചോദിക്ക്, എപ്പോഴെങ്കിലും കണ്ണന്റെ അച്ഛനെ ഞാൻ സ്നേഹിക്കാതെ ഇരുന്നിട്ടുണ്ടോന്ന്. കണ്ണേട്ടന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ അമ്മ നല്ല അമ്മയായിരുന്നു എന്ന് കണ്ണേട്ടൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം മറ്റുള്ളവരെ പോലെ സ്വത്തിൽ മാത്രമായിരുന്നു അമ്മയുടെ കണ്ണ്. മോളെ, ആ സ്വഭാവമൊക്കെ പോയി. കേവലം സ്വത്തിനും പണത്തിനും ആഗ്രഹിച്ച് നടന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി മോളെ. കണ്ണനോളം നന്മ ആർക്കുമില്ല. ആ തിരിച്ചറിവ് എനിക്കിപ്പോ ഉണ്ട് മോളെ. ഇനി ഇതുപോലെ അഭിനയിക്കണമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞു തന്നത്? ഉണ്ണിയാണോ കരുണയാണോ? കണ്ണനും ലക്ഷ്മിയും കരുണയെ ഇനി വീട്ടിനകത്ത് കയറ്റണ്ടെന്ന് പറഞ്ഞാ ഞാൻ അതിനൊപ്പം നിൽക്കും. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോ ഒരു സുഖമുണ്ട്. പക്ഷെ ഇതുവരെ പറഞ്ഞതൊന്നും നിങ്ങൾ ആരും പാലിച്ചിട്ടില്ല. ഉണ്ണിയെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടു. മേഘനയും അവന്റെ അച്ഛനെയും അങ്ങനെ തന്നെ. പക്ഷെ ആർക്കും കണ്ണേട്ടൻ സാലറി കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ പക്ഷെ മേഘന്റെയും അവന്റെ അച്ഛന്റെയും എല്ലാ ആനുകൂല്യങ്ങളും കട്ട് ചെയ്തു. എന്നാൽ ഉണ്ണിക്ക് ഒരു സാലറി കൊടുക്കുന്നുണ്ട്. മോളെ, അതും കൊടുക്കണ്ട. അവൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതല്ലേ, എവിടെയെങ്കിലും പോയി ജോലി കണ്ടെത്തട്ടെ, അധ്വാനിച്ച് ജീവിക്കട്ടെ. അമ്മ നൊന്തു പ്രസവിച്ച മക്കളെ പോലെ കണ്ണേട്ടനെ സ്നേഹിക്കാൻ പറ്റുമോ? എന്നെ സ്വന്തം മരുമകളായിട്ട് കാണാൻ പറ്റുമോ? അത്രത്തോളം നിങ്ങളുടെ മനസ്സ് വളർന്നോന്നാ എന്റെ മോള് ചോദിക്കുന്നത്. മോളെ, എനിക്കിനി ആരെയും ബോധ്യപ്പെടുത്താനില്ല. മോളുടെ ഭാഗത്തും കണ്ണന്റെ ഭാഗത്തുമാണ് ശരിയെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് തകർച്ച മാത്രമേ ഉണ്ടാവൂ. എനിക്ക് മാത്രമല്ല, നിങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്ന എല്ലാവർക്കും. ഒരു സമയത്ത് കണ്ണന്റെ അച്ഛന് മാത്രമല്ല, കണ്ണനെ എനിക്ക് ജീവനായിരുന്നു. കണ്ണൻ ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയിട്ട് മാത്രമേ എന്റെ മക്കൾക്ക് പോലും വെച്ച് വിളമ്പിയിട്ടുള്ളൂ. അത് കണ്ണനോട് ചോദിച്ചാ മോൾക്ക് മനസ്സിലാവും. അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അതേ അമ്മ തന്നെയാ ആക്സിഡന്റിന് ശേഷം തളർന്നു കിടന്ന കണ്ണേട്ടന് മരുന്ന് മാറ്റിക്കൊടുത്തത്. മോളെ, അതെന്റെ ആങ്ങളെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു പോയതാ. നിങ്ങൾക്ക് കണ്ണനോടും കണ്ണന്റെ അച്ഛനോടും ഒക്കെ ഭയങ്കര സ്നേഹമായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയുള്ള ഒരു അമ്മയ്ക്ക് അങ്ങനെ മരുന്ന് മാറ്റി കൊടുക്കാൻ പറ്റുമോ? കണ്ണനെ മൂത്ത മോനായിട്ട് കണ്ടിരുന്നെങ്കിൽ കണ്ണൻ തളർന്നു കിടക്കട്ടെ എന്ന് കരുതാൻ പറ്റുമോ? മക്കളെ സ്നേഹിക്കുന്ന ഒരമ്മയ്ക്കും അതിന് കഴിയില്ല. എന്നാ എന്റെ തലച്ചോറിന് അതുപോലെ ഇളക്കി മറിച്ചു ഇപ്പൊ ജയിലിൽ കിടക്കുന്ന എന്റെ ആങ്ങള. കരുണയുടെ അച്ഛന് ആങ്ങളെ കൊട്ടേഷൻ കൊടുത്ത കാര്യം അമ്മയോട് പറഞ്ഞിരുന്നില്ലേ? ആ ഗൂഢാലോചനയിൽ അമ്മയും പങ്കുകൊണ്ടിട്ടില്ലേ? അയ്യോ മോളെ, അത് മാത്രം പറയല്ലേ. വിശ്വേട്ടൻ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കോ? നിങ്ങളൊക്കെ പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഇതുപോലുള്ള സംശയങ്ങളൊക്കെ ഇവള് ചോദിക്കുന്നത്. ഇനി നിങ്ങളൊക്കെ എത്ര സംശയിച്ചാലും ശരി, മോളെ, പഴയ ദുർഗയിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്ക് എനിക്കില്ല. ദേവിയുടെ പേരും ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികളുമായിരുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എന്റേത്. അതിന് എനിക്കൊരു മോചനം വേണം. പഴയ ദുർഗ മരിച്ചുപോയെന്ന് കരുതിക്കോ മോളെ. എന്നോട് നിങ്ങൾ ഇറങ്ങി പോകാൻ പറയുകയാണെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി കിടക്കാൻ ഞാൻ ഒരുക്കുക. കാരണം കണ്ണന്റെ ചെലവിൽ കഴിയാനുള്ള അർഹത പോലും എനിക്കില്ല.